വിഭാഗീയതയിൽ വലഞ്ഞ CPIM. സമ്മേളനകാലത്ത് പാർട്ടിയെ വലയ്ക്കുന്ന വിഭാഗീയത പരിഹരിക്കാൻ നേരിട്ടിറങ്ങി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൊല്ലം കരുനാഗപ്പള്ളിക്ക് പിന്നാലെ തിരുവല്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് MV ഗോവിന്ദൻ ഇന്ന് പത്തനംതിട്ടയിലെത്തും. തിരുവല്ല ടൗൺ നോർത്ത് സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിൽ വിഭാഗീയത സംബന്ധിച്ച് രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. പീഡനക്കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തായ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CC സജിമോനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നടപടിയാണ് ഒരു വിഭാഗം നേതാക്കൾ തോമസ് ഐസക്കിനെതിരെ തിരിയാൻ കാരണമെന്നാണ് പ്രവർത്തന റിപ്പോർട്ട് പറയുന്നത്. തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരാണ് ഏരിയ കമ്മിറ്റിയിൽ വിഷയം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ CC സജിമോനെ പിന്തുണയ്ക്കുന്ന പക്ഷം തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. റിപ്പോർട്ട് അവതരിപ്പിച്ച ഉടനെ തന്നെ സമ്മേളനം അലങ്കോലപ്പെടുകയായിരുന്നു. ഇതോടെ പ്രവർത്തന റിപ്പോർട്ട് നേതൃത്വം ഇടപെട്ട് തിരിച്ചു വാങ്ങിച്ചു. തിരുവല്ല ഏരിയ സമ്മേളനം ഈ മാസം 11 നടക്കാനിരിക്കെ ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടത്താനാകാത്ത അവസ്ഥ നേതൃത്വത്തിനു മുൻപിൽ വെല്ലുവിളിയാണ്. ഇതോടെയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പത്തനംതിട്ടയിലേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MV ഗോവിന്ദൻ പങ്കെടുക്കും. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗങ്ങളോടും ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്താൻ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമവായ നീക്കം ഫലം കണ്ടില്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ശ്രീകുമാരൻ 24 പത്തനംതിട്ട. വിശദാംശങ്ങളുമായി ശ്രീകുമാരൻ ഇപ്പോൾ പത്തനംതിട്ടയിൽ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അങ്ങനെ സംസ്ഥാന സെക്രട്ടറി തന്നെ തർക്കം തീർക്കാൻ നേരിട്ടെത്തുകയാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നമ്മൾ കണ്ടതാണ് കടുത്ത നടപടി. അതുപോലൊരു നടപടി തിരുവല്ലയിൽ ഉണ്ടാകുമോ ശ്രീജിത്ത്? ഉന്മേഷ്, അത്തരത്തിലൊരു നടപടി എന്ന തരത്തിലേക്ക് പോകില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ തിരുവല്ലയിലെയും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെയും പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ പ്രവർത്തന റിപ്പോർട്ട് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന CC സജിമോനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ കൃത്യമായി തന്നെ നിലപാടെടുത്തിരുന്നു. അതിന്റെ ഭാഗമായാണ് സമ്മേളനം അലങ്കോലപ്പെട്ടത്. പിന്നീട് അത് ആ പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് അല്പസമയത്തിനകം ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. MV ഗോവിന്ദൻ ഒരു 2:30 മണിയോടുകൂടി പത്തനംതിട്ടയിൽ എത്തിച്ചേരും. എന്തായാലും MV ഗോവിന്ദൻ വന്നതിന് ശേഷം ഏരിയ കമ്മിറ്റി അംഗങ്ങളോടും തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടും അങ്ങോട്ട് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സമവായം ഉണ്ടായില്ലെങ്കിൽ അത് ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുക എന്നൊരു നീക്കത്തിലേക്ക് കടക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിലൊരു നടപടി പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തിരുവല്ല ഏരിയ സമ്മേളനം ഈ മാസം 11 നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസ്യമായ കാര്യമല്ല. എന്തായാലും അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും വ്യക്തമാക്കുന്നത്. ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.